ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മളങ്ങനെ ടൊവിനോ തോമസ് നായകനായ നരിവേട്ട എന്ന മൂവി കണ്ടെത്തിയുള്ളൂ. ഡയറക്ടർ ബൈ അനുരാജ് മനോഹർ. സിനിമയെപ്പറ്റി ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഒരു എബോവ് ആവറേജ് മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് പറയാൻ കാരണം പറഞ്ഞാൽ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ശരിക്കും എനിക്കൊരു ലാഗ് ശരിക്കും അനുഭവപ്പെട്ടു. ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫ് നല്ലോണം എൻഗേജിങ് ആയിരുന്നു. സിനിമയുടെ ഒരു തീം എന്ന് പറയാൻ നമ്മുടെ വയനാട്ടിൽ മുത്തങ്ങ നടന്ന ആദിവാസി സമരവും അതിനോടനുബന്ധിച്ച് നടന്ന ലാത്തി ചാർജും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്യുന്ന സിനിമയാണ് ഈ നരിവേട്ട എന്ന മൂവി. അത്യാവശ്യം നല്ല ഭംഗി തന്നെ അതിൻ്റെ ഡയറക്ടർ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു മിസ്റ്റേക്ക് പറഞ്ഞ് ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു ലാഗ് അനുഭവപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് നല്ല എൻഗേജിങ് ആ സിനിമ. പിന്നെ പെർഫോമൻസൊക്കെ വരുമ്പോൾ ടൊവിനോ തോമസ് ചെയ്ത വർഗീസിൻ്റെ ക്യാരക്ടർ നല്ല പക്കയായിട്ട് പുള്ളി ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കൽക്കി സിനിമയിലൊക്കെ കണ്ട പോലത്തെ ഉള്ള ടൊവിനോ അല്ല ഇത്. സത്യം പറഞ്ഞാൽ മേലുദ്യോഗസ്ഥന്മാരുടെ ഈ ആട്ടും തുപ്പും ഒക്കെ കേട്ട് ഒരു സഹികെട്ട് നിൽക്കുന്ന ഒരു കീഴ് ഉദ്യോഗസ്ഥൻ്റെ റോളാണ് ടൊവിനോ ചെയ്തത്. അത് ടൊവിനോ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. തന്നെയാണ് സുരാജ് ചെയ്ത ബഷീർ എന്ന കഥാപാത്രവും അതൊരു പോലീസ് ഓഫീസിൻ്റെ കഥാപാത്രമാണ്. ആ ക്യാരക്ടറെ പറ്റി പറയുകയാണെങ്കിൽ സുരാജ് ഇപ്പോൾ ഓൾറെഡി കോമഡിയൊക്കെ വിട്ട ശേഷം പുള്ളി ഇപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, ആ ഒരു രീതിയിലെ ക്യാരക്ടറാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. നമ്മൾ സുരാജിന് വലിയൊരു പുതുമയും കാര്യങ്ങളില്ലെങ്കിലും പുള്ളി ചെയ്ത ക്യാരക്ടർ പുള്ളി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ക്യാരക്ടേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ എടുത്തു പറയുന്ന പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ആദിവാസി നേതാവിൻ്റെ റോൾ ചെയ്ത ആര്യ സലീമിൻ്റെ ക്യാരക്ടറാണ്. അത് അത്യാവശ്യം നല്ല ഇമ്പാക്റ്റുള്ള ക്യാരക്ടറാണ്. കാര്യം ഒരു ഗോത്ര സമൂഹത്തിൻ്റെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ നടക്കുന്ന ഒരു നേതാവിൻ്റെ റോളാണ് ആര്യ സലീം ചെയ്തത്. ആ റോൾ അവർ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഈ മൂന്ന് ക്യാരക്ടേഴ്സാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പെർഫോമൻസ് എന്ന് പറയാനുള്ളത്. ഇവർ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഇതിൻ്റെ വില്ലൻ ക്യാരക്ടർ ചെയ്ത ചേരൻ, ഇതിൻ്റെ ആക്ടറും പ്രൊഡ്യൂസറുമായ ചേരൻ ചെയ്ത IPS ഓഫീസർ എന്ന വില്ലൻ ക്യാരക്ടറാണ്. നമ്മുടെ തുടരും സിനിമയിൽ വില്ലായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും അത്യാവശ്യം പുള്ളിക്ക് പറ്റുന്ന രീതിയിൽ പുള്ളി ആ ക്യാരക്ടർ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാരക്ടേഴ്സ് എടുത്തു പറയുന്ന ക്യാരക്ടേഴ്സ് വേറെ ഒന്നുമില്ല, ഇവരൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ക്യാരക്ടേഴ്സ് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ പ്ലസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വിഷ്വൽ സീനറിയാണ്. എന്ന് പറഞ്ഞാൽ ഈ സിനിമ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്ത് വയനാട് ഏരിയയാണ്. അപ്പം ഈ വയനാടിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇവർ ഒപ്പിയെടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡ്രോൺ ഷൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ മോളിൽ നിന്ന് നോക്കുമ്പോൾ താഴെക്കൂടി വണ്ടികളും കാര്യങ്ങളും പോകുന്നൊക്കെ ഷൂട്ടൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് സ്ക്രീനിൽ കാണാൻ. അപ്പോൾ വയനാടിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഇതിനെ നല്ല രീതിയിൽ ഇവർ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതിനും മറ്റേ പ്ലസ്സാണ്. പിന്നെ ഇതിൻ്റെ പ്ലസ് എന്ന് പറയുന്നത് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിവേ സിനിമ എല്ലാം കൂടെ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു സിനിമയാണ്. നിങ്ങൾ തീർച്ചയായും എല്ലാവരും കാണുക, സിനിമ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക.